ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. മുരിങ്ങയില വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അതിൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 20 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് 3 പച്ചമുളകാണ് ഇതുപോലെ നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3 വറ്റൽമുളക് കൂടി ഇതുപോലെ നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. എണ്ണയിൽ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി വാര വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇലക്കറികളിൽ ഏറ്റവും ആരോഗ്യത്തിൻ്റെ ഗുണങ്ങളുള്ള അതുപോലെ തന്നെ വൈറ്റമിനുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇലയാണല്ലേ മുരിങ്ങയില. മുരിങ്ങയില കഴിക്കാത്തവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. മുരിങ്ങയില എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ മുരിങ്ങയില ഒന്ന് വഴണ്ടി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയം കൊണ്ടായിരുന്നു നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകമല്ല. പിന്നെ അതിലേക്ക് 3 ചെറിയുള്ളിയും അതുപോലെ തന്നെ 1 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് മുരിങ്ങയില പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പ് ഈ മുരിങ്ങയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് പരിപ്പ് മുരിങ്ങയിലയാണ് കേട്ടോ. പക്ഷേ പരിപ്പില്ലാത്ത പരിപ്പ് മുരിങ്ങയില കറിയാണ്. പരിപ്പ് പറ്റാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പരിപ്പും മുരിങ്ങയിലയുടെയും അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനും. നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് പത വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്താൽ മുരിങ്ങ വെന്തിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു. ബൈ.